നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ജനുവരി 14-ാം തീയതി മകരസംക്രമമാണ്. മകരവിളക്ക് നാളെയാണ്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപം നാളെയാണ്. അതേക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ ഏകാദശിയാണ്. അതും ഷഡ്തില ഏകാദശി എന്ന് പറയും. ഷഡ് എന്ന് പറഞ്ഞാൽ 6, തില എന്ന് പറഞ്ഞാൽ എള്ള്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഏകാദശിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഈ തില എന്ന് പറഞ്ഞാൽ എള്ളാണല്ലോ. അപ്പോൾ എള്ള് ഉപയോഗിച്ചുകൊണ്ടാണ്, എള്ളിന് പ്രാധാന്യമുണ്ട് ഈ ഒരു ഏകാദശിക്ക്. അപ്പോൾ അത് എങ്ങനെയാണ് ഏകാദശി വ്രതം നോൽക്കേണ്ടത്, എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് നാളെ എള്ള് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏകാദശി ഒരു വ്രതം, ഷഡ്തില ഏകാദശി വ്രതം നോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരാതി കഴിഞ്ഞ തിരുവാതിരയുടെ വ്രതം പറയുന്ന സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് അത് ആചരിക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നാളെയാണ് വ്രതം എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഓരോ വ്രതങ്ങളെ പറ്റിയിട്ടും ഓരോ രീതികളിൽ ആചരിക്കേണ്ടതിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ പറയുമ്പോൾ അത് പലർക്കും ഉപകരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉപകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ വിശേഷ ദിവസങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത് കേട്ടോ. ഏകാദശി എല്ലാ മാസവും 2 തവണ വരാറുണ്ട്. അത് സാധിക്കുന്നവരൊക്കെ നോൽക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ നാളത്തെ ഏകാദശിക്ക് വളരെ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയി തന്നെ ചെയ്യാം എന്ന് കരുതിയത്. ഷഡ്തില ഏകാദശിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോൽക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് വിശദമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. അലങ്കാരവും കൂടെ നമ്മൾ പറയാറുണ്ട്. അലങ്കാരത്തിന് ശേഷമാണ് ഈ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. പിന്നെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഭഗവാനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 2 കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് 2 കുഞ്ഞിക്കൈകളിൽ പൊന്നോടക്കുഴൽ ഇങ്ങനെ എടുത്തിട്ട് ചുണ്ടോട് ചേർത്തിട്ടാണ് വേണുനാദം പൊഴിക്കുണ്ടായിരുന്നു കേട്ടോ. മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. ഇതൊക്കെ ഭഗവാന് പ്രിയപ്പെട്ട ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ ഊതുണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു വേണുനാദം ഒന്ന് ശ്രവിക്കാട്ടോ. നമ്മൾ ഓരോരുത്തരും ഗോപികമാരാണ് എന്ന് സങ്കല്പിക്കാം, ഓരോരുത്തരും ഗോപന്മാരാണ് എന്ന് സങ്കല്പിക്കാം. എന്നിട്ടൊന്ന് കണ്ണടച്ചു നോക്കൂ. അപ്പം നമുക്ക് മുന്നിൽ നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ വിളിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. തീർച്ചയായിട്ടും അത്ര രസമായിട്ടാണ് ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നത്. അത്രയും ഭംഗിയായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ കളഭചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയൂ, ഭഗവാന്റെ ആ ഒരു ദേഹവും ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു നിൽപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം പൂർണ്ണമായിട്ടും തുളസിയിൽ കോർത്തതായിരുന്നു. പിന്നെ ഒരെണ്ണം പൂർണ്ണമായിട്ടും തെച്ചിയിൽ കോർത്തിട്ടായിരുന്നു. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. അതിങ്ങനെ മാറി 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 കോർത്തിട്ട ഒരു ഉണ്ടമാല. പിന്നെ ഒരു ഉണ്ടമാല ഈ ചുവപ്പും വെള്ളയായിരുന്നു കേട്ടോ. അപ്പോൾ തെച്ചി നന്ദ്യാർവട്ടും ഇങ്ങനെ മാറി മാറി കോർത്തിട്ട് അതിന് നടുക്കാണ് വേണു ഊതിക്കൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ പിലിത്തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നെറ്റിയിലൊരു ഗോപീതിലകുണ്ട്. മനോഹരമായിട്ടുള്ള പുഞ്ചിരി. പിന്നെ നല്ല രസത്തിലെ കാതുപൂക്കുകൾ ഇങ്ങനെ 2 കാതുകളിലും കാണുന്നുണ്ട്. ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് ആ കുഞ്ഞി കൈകൾ കൊണ്ട് പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കാം. പിന്നെ അരയിലൊക്കെ നല്ല രസത്തിൽ ഇങ്ങനെ അദ്ദേഹമൊക്കെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് കുഞ്ഞിക്കാലുകളൊക്കെ നല്ല മനോഹരമായി ചാർത്തിയിട്ടുണ്ട്. തളകളൊന്നും ഇന്നലെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തളകളൊന്നും കാണാൻ സാധിച്ചില്ല. എന്നാലും ഒന്ന് സങ്കല്പിച്ചോളൂ, തളകളൊന്നും അണിയാതെ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ അങ്ങനെ യശോദാമ്മ അണിയിച്ച് ഒരുക്കില്ലല്ലോ. അപ്പം അത്രയും സുന്ദരനായിട്ട് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഭഗവാൻ ഓടക്കുഴൽ ഊതുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.
അങ്ങനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് വളരെ ലളിതമായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഒരുപാട് ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. കുറച്ചായിട്ടുള്ള അലങ്കാരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ നിറത്തിലാണ്, നല്ല തിളക്കമുള്ള മഞ്ഞയായിട്ടാണ് ഉടയാട. ഒരു വലിയ മാല അണിഞ്ഞിട്ടുണ്ട് കഴുത്തില്, അതാണ് ഒരു കാര്യപ്പെട്ട ഒരു അലങ്കാരമായിട്ടുണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിൽ 2 സ്വർണ്ണ പൊട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയ സ്വർണ്ണ പൊട്ടുകളാണ്, അത് 2 ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കിരീടം ഈ ചന്ദനം കൊണ്ട് ഒരു 4 വര പോലെ ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിലും ഒരു സ്വർണ്ണപ്പൊട്ട്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ അലങ്കാരം. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഭഗവാന്റെ ആ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക ചൈതന്യമൊക്കെ ഉള്ള ഒരു മുഖം അത്രയും മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം, ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്നും ഏത്തമിട്ടോളൂ. വലത്തെ കൈ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇരു ചെവികളിലും പിടിച്ചിട്ടാണ് ഏത്തമിടേണ്ടത്. അപ്പം അതേപോലെ തന്നെ മനസ്സുകൊണ്ട് നന്നായി ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ്. അതിസുന്ദരിയായിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു സ്വർണ്ണ നിറത്തിലാണ്, സ്വർണത്തിന്റെ ഉടയാട പോലെയാണ് തോന്നിക്കുക. അപ്പൊ സ്വർണ്ണ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ നല്ല ചുവന്ന പട്ടും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അതിങ്ങനെ വശങ്ങളിലൊക്കെ ആയിട്ട് ചെറുതായി കാണുന്നുണ്ട്. പിന്നെ ആ പ്രഭാവലയൊക്കെ ഉണ്ടല്ലോ ഭഗവതിയുടെ, അത് ചുവന്ന പട്ടുകൊണ്ടാണ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ചുവപ്പും സ്വർണ്ണ നിറവും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഭഗവതി അമ്മയുടെ ആഭരണങ്ങളും ഒരു നീളത്തിലുള്ള ഒരു കാശുമാലയുണ്ട് കേട്ടോ. അത് ഈ പ്രഭാവലയത്തിന്റെ മുകളിൽ നിന്നാണ് ഇങ്ങനെ കഴുത്തിലൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു ഊഞ്ഞാലാണോ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലേ, പക്ഷെ അത് മാലയായിരുന്നു. മാല ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞിരിക്കാം. അപ്പൊ അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പിന്നെയും മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാതുകളിലെ സ്വർണ്ണപ്പൂക്കളാണ്, നന്നേ വലിപ്പമുള്ളതല്ല, ഒരു തിരിച്ചറിയ സ്വർണ്ണപ്പൂക്കൾ, അത് 2 വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത്. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിന് പകരമായിട്ട് മാലകൾ കൊണ്ടാണ് കേട്ടോ കിരീടത്തിന്റെ ഭാഗം അലങ്കരിച്ചിരിക്കുന്നത്. ഒരു കാശുമാലയുണ്ട്, അതിങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു മാല കൂടെ ഉണ്ട്. അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനാണ് കേട്ടോ, സ്വർണ്ണ നിറത്തിലെ. അതിന് നടുക്കായിട്ട് ഒരു പച്ച കല്ലുള്ള ഒരു 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 ലോക്കറ്റ്, അതാണ് ആ നെറുകിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2 മാലകൾ കൊണ്ടാണ് ഭഗവതി അമ്മയുടെ കിരീടം അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു കിരീടത്തിന്റെ അവിടുത്തെ അലങ്കാരം കേട്ടോ. അങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയാണ്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതിക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് അയ്യപ്പനെ കാണാനായിട്ടാണ്. അയ്യപ്പൻ ഒരു ഓറഞ്ച് നിറമാണ് കേട്ടോ ഉടയാട. അതിൽ നിറയെ സ്വർണ്ണ ഡിസൈനുകളൊക്കെ ഉണ്ട്. അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഉടയാട കാണാനായിട്ട്. നല്ല വലിപ്പത്തിൽ ഇങ്ങനെ അര മുതൽ പാദം വരെ ഇങ്ങനെ കിടക്കുന്ന വലിയൊരു ഉടയാടയായിരുന്നു. പിന്നെ ഒരു സ്വർണ്ണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. നടുക്കായിട്ട് കഴുത്തിന് നടുക്കായിട്ട് ഒരു സ്വർണ്ണ പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകളിലും സ്വർണ്ണ പൊട്ടുകളാണ്. ചുണ്ടൊക്കെ നല്ല ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള മുഖച്ചാർത്ത്. നെറ്റിയിലൊരു പൊട്ട്. പിന്നെ കാതുകൾക്ക് മുകളിലായിട്ട് കിരീടം തുടങ്ങുന്ന ഭാഗത്ത് 2 പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ നടുഭാഗത്തായിട്ട് കിരീടത്തിന് പകരമായിട്ടൊരു സ്വർണ്ണപ്പൊട്ടാണ് കേട്ടോ. അതാണ് ഇന്നലെ കിരീടത്തിന്റെ അവിടെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത്. സ്വർണ്ണപ്പൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് മുഖച്ചാർത്ത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത്രയും മനോഹരമായിട്ടാണ് ആ മുഖമൊക്കെ അയ്യപ്പൻ്റെ ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നലെയും അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ കിരീടമില്ല, പകരം ഒരു സ്വർണ്ണ പൊട്ടാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് നാളത്തെ ഷഡ്ദില ഏകാദശിയെ കുറിച്ച് പറയാട്ടോ. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇന്നാണ്. പക്ഷെ ഇന്ന് ദശമി തൊട്ട ഏകാദശിയാണല്ലോ, അത് നോൽക്കരുതെന്നാണ് പറയുക. നാളെയാണ് ഏകാദശി വ്രതം നോൽക്കേണ്ടത് കേട്ടോ. അതായത് ജനുവരി 14 ഏകാദശി വ്രതം നോൽക്കേണ്ടത്. എന്നിട്ട് 15 പാരണം. രാവിലെ 6 മുതൽ 10 വരെയുള്ള സമയത്താണ് പാരണം വിടേണ്ടത്. അപ്പോൾ തന്നെ നോൽക്കേണ്ട സമയം, നോൽക്കേണ്ട ദിവസവും നാളെയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് നാളെ. മകരസംക്രമത്തിനാണ് ഇത്തവണത്തെ ഈ ഒരു ഷഡ്ദില ഏകാദശി വരുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഏകാദശി വ്രതം നോൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എള്ളിന് പ്രാധാന്യമുണ്ട്. തില എന്ന് പറഞ്ഞാൽ എള്ളാണ്. തിലഹോമം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പിതൃക്കളുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്നതിനായിട്ട് നോൽക്കാൻ സാധിക്കുന്ന ഒരു ഏകാദശിയാണ് കേട്ടോ. അപ്പോൾ പിതൃദോഷമൊക്കെ ഉള്ളവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നാളത്തെ ദിവസം പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുക, തിലഹോമമൊക്കെ നടത്തുക, അതൊക്കെ വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പേരിലെ ഷഡ്ദില എന്നാണ് പറയണത്. അപ്പോൾ ഷഡ് എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6 തരത്തിലാണ് ഈ എള്ള് നാളത്തെ ദിവസം
ഉപയോഗിക്കേണ്ടത്. എള്ള് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് നമുക്കറിയാം. ഏറ്റവും നല്ല ഒരു വസ്തുവാണ് ഈ എള്ള്. ആരോഗ്യമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ എള്ള് നമുക്ക് 6 തരത്തിൽ ഉപയോഗിക്കാം. രാവിലെ എണീറ്റ് കുളിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ എള്ള് ചേർക്കാം. കുറച്ച് ഈ കറുത്ത നിറത്തിലുള്ള എള്ളുണ്ടല്ലോ, അതാണ് കേട്ടോ പറയണത്. എള്ള് ചേർക്കാം. അല്ലെങ്കിൽ എള്ള് പൊടിച്ചുകൊണ്ട്, ഒന്നുമില്ല മുഴുവൻ, എള്ളൊക്കെ വളരെ ചെറിയ വസ്തുവാണ്. അല്ലെങ്കിൽ എള്ള് പൊടിച്ചുകൊണ്ട് ചേർക്കാം. ഇതൊക്കെ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ചേർക്കാം. പിന്നെ ഈ എള്ള് അരച്ചുകൊണ്ട് അത് ദേഹത്ത് ഇങ്ങനെ തേച്ചിട്ട് കുളിക്കാം. ഈ പയറുപൊടിയൊക്കെ തേച്ച് കുളിക്കൂലോ, അതേപോലെ എള്ള് അരച്ചിട്ട് അത് ദേഹത്ത് തേച്ചിട്ട് കുളിക്കാം. പിന്നെ ഒന്ന്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാം. അതേപോലെ തർപ്പണം ചെയ്യാം. പിന്നെ ഭഗവാന് നേദിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. ഭഗവാന് എള്ളുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എള്ളുണ്ട, അങ്ങനെ എള്ള് ചേർത്ത ഭക്ഷണം, ഇതൊക്കെ നേദിക്കുക ഭഗവാന്. പിന്നെ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് വിളക്ക് കൊളുത്തുക. ഇതൊക്കെയാണ് ഈ നാളത്തെ ഒരു ദിവസം എള്ള് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. എള്ള് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഷഡ്ദില ഏകാദശി അല്ലെങ്കിൽ എള്ള് ഉപയോഗിച്ചിട്ട് നോൽക്കുന്ന ആ ഒരു ഏകാദശിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഏകാദശി നോൽക്കുക. പിതൃദോഷമുള്ളവർ പ്രധാനമായിട്ടും ആ ഒരു പിതൃദോഷം മാറാനായിട്ട് തർപ്പണമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. പിതൃക്കളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് തിലഹോമം അങ്ങനെയൊക്കെ നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു ഷഡ്ദില ഏകാദശി നോൽക്കുന്നത് കേട്ടോ. ഒപ്പം തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പം നന്നായിട്ട് നാമം ജപിക്കാം. അതേക്കുറിച്ച് ഇനി എപ്പോഴും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസം ഏകാദശി ആയതുകൊണ്ട് കൂടുതൽ സമയം ഭഗവാനുമായിട്ട് ചിലവഴിക്കാം. പിന്നെ ഏകാദശി നോൽക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് പറയാട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒന്നും കഴിക്കരുതെന്നാണ് പറയുക. ദശമിയുടെ അന്ന് നാളെ രാവിലെ സൂര്യോദയത്തിന് മുൻപായിട്ട് എണീറ്റ് കുളിക്കുക. എന്നിട്ട് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുക. എന്നിട്ട് പിന്നെ ഉപവാസത്തോട് കൂടിയിട്ട് വ്രതം നോൽക്കുന്നവർ അങ്ങനെ നോൽക്കുക. പിന്നെ പിറ്റത്തെ ദിവസം, അതായത് 15-ാം തീയതിയാണ് പാരണ വിടേണ്ടത്. അത് തുളസി തീർത്ഥോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം ഉപയോഗിച്ചിട്ട് പാരണ വിടാം. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയൊന്നും കഴിക്കരുത്. ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ ഒന്നും പകലുറക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, നിർജ്ജല ഏകാദശി എടുക്കാത്തവർ, വെള്ളം മാത്രം കുടിക്കുന്നവർ, അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എള്ള് കൂടെ ഇടാം. അപ്പോൾ എള്ള് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക, എള്ളുള്ള ഭക്ഷണം നേദിക്കുക, എള്ള് ദാനം ചെയ്യുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ദാനധർമ്മത്തിന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ എള്ള് ദാനം ചെയ്യാം. എള്ളുകൊണ്ടുള്ള എന്തും ഭക്ഷണ സാധനങ്ങൾ അതൊക്കെ ദാനം ചെയ്യാം. എള്ളുകൊണ്ടൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊന്നും എടുത്ത് പറയാനായിട്ട് സാധിക്കണത്. അപ്പോൾ അത് ഭഗവാനെ നേദിക്കാം, നമുക്ക് കഴിക്കാം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ എള്ള് ഉൾപ്പെടുത്താനായിട്ട്, എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ എള്ള് ഉൾപ്പെടുത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഗോതമ്പ് ചോറൊക്കെ കഴിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്നവരാണെങ്കിൽ അതിൽ എള്ള് കൂടെ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഷഡ്ദില ഏകാദശിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ സാധിക്കുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു ഏകാദശി നോറ്റോളൂ കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാം സാധിക്കുന്ന പോലെ നോൽക്കുക. ഒരിക്കലും ഉപവാസം അനുഷ്ഠിച്ചിട്ട് ക്ഷീണമായിട്ട് കിടപ്പിലാകുന്ന ഒരു അവസ്ഥ വരരുത്. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് അത് നോൽക്കുക. അതെപ്പോഴും പറയണം. കാരണം ഏകാദശിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നോൽക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ശരീരം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ശരീരം ആരോഗ്യമായിട്ടല്ല, ക്ഷീണം ഇല്ലാതെ ഇരുന്നാലാണ് നമുക്ക് ഭഗവാനെ സേവിക്കാനായിട്ടും കൂടെ സാധിക്കുള്ളൂ. അപ്പോൾ ആരോഗ്യം നോക്കിക്കൊണ്ട് വ്രതം എടുക്കുക കേട്ടോ. അപ്പോൾ നാളെ എല്ലാവരും ഷഡ്ദില ഏകാദശി നോറ്റോളൂ. ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് അമൃത ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ ഇടത്തരികത്ത് കാവിലെ അമ്മയുണ്ടല്ലോ, വനദുർഗ സങ്കല്പമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആണ് എന്നാണ് പറയാനായിട്ടുള്ളത്. ദുർഗാ ഭഗവതിയാണ്, വനദുർഗയാണ് കേട്ടോ. കാവ് സങ്കല്പമാണ്. അപ്പോൾ ഈ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയാണല്ലോ, അവിടെ നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവതി അമ്മയ്ക്ക് മേൽക്കൂരയില്ലാത്തത്, തുറന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ടിട്ടാണ് ഈ കാവ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഭഗവതി ഇരിക്കുക. പിന്നെ ഈ കാവിൽ നിറയെ മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം എല്ലാ മരവും കൂടെ വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട്, ഒരു പ്ലാവിൻ്റെ ചുവട്ടിലായിട്ടാണ് ഇവിടെ ഇടത്തരികത്ത് കാവിലമ്മ ഇരിക്കുന്നത് കേട്ടോ. അത് ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടത്ത് അരികിലേക്ക് നീങ്ങിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഇടത്ത് അരികത്ത് കാവിലമ്മ എന്നുള്ളത്. കാവിലമ്മ എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ കാവ് സങ്കല്പമാണ്, ദുർഗാ ഭഗവതിയാണ് ഇവിടെ ഉള്ളത്.
പിന്നെ ഓരോ ദുർഗാ ഭഗവതി ആണെങ്കിൽ കൂടെ ആ സങ്കല്പത്തിനും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ചിലരിങ്ങനെ എല്ലാവരെയും സഹായിക്കുന്ന അല്ലെങ്കിൽ സമാധാനപ്രിയരായിരിക്കും. ചിലർക്ക് രൗദ്രഭാവമൊക്കെ ആയിരിക്കും. ചെറുതായിട്ട് ദുർഗേനെ പറ്റി എല്ലാവർക്കും അറിയാം എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പ്രായത്തിനും പ്രത്യേകതകളുണ്ട്. ചിലർ ചെറിയ കുട്ടിയായിട്ടായിരിക്കും, ആ ഒരു സങ്കല്പത്തിലായിരിക്കും പ്രതിഷ്ഠ. ചിലർക്ക് ഒരു യൗവനം ചെറുപ്പക്കാരായിരിക്കും. പിന്നെ ചിലര് മധ്യവയസ്കരായിരിക്കും, ചിലര് മുത്തശ്ശിമാരായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഓരോ സങ്കല്പങ്ങൾക്കായിട്ടാണ് വരിക. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇടത്തരികത്ത് കാവിലമ്മയുണ്ടല്ലോ, ഒരു മുത്തശ്ശി ഭാവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ മുത്തശ്ശിമാരുടെയൊക്കെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. അവർക്ക് ഒരിക്കലും ദേഷ്യം വരില്ല. ഇപ്പോൾ എന്തൊക്കെ കുറുമ്പുകൾ, ഇപ്പോൾ പേരക്കുട്ടികളാണെങ്കിലും അവർക്ക് ആരെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് ദേഷ്യമൊന്നും വരില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾ അടിക്കാനായിട്ട് ചിലപ്പോൾ വടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ മുത്തശ്ശിമാർ പറയും, എന്തിനാ കുട്ടികളെ അടിക്കണത്, അവരൊക്കെ ഇപ്പോൾ കളിക്കേണ്ട പ്രായമല്ലേ, അവരങ്ങനെ കുറുമ്പൊക്കെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് അവരത് വേണ്ടാന്ന് പറയും. ഒരിക്കലും അവർക്ക് ദേഷ്യം വരില്ല. അവർക്ക് എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹമാണ്. ഒരു അമ്മയേക്കാൾ ഉപരി അമ്മമാർക്ക് നല്ല സ്നേഹമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ മുത്തശ്ശിമാരുടെ പ്രത്യേകത, അവർക്ക് ഒരിക്കലും ദേഷ്യം ഉണ്ടാവില്ല, അവർക്ക് വാത്സല്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങൾ നമ്മൾ മുത്തശ്ശിമാരുടെ അടുത്ത് പറയുകയാണെങ്കിലും അവർക്ക് അതിനൊക്കെ എളുപ്പത്തിൽ പരിഹാരം കാണാനായിട്ട് സാധിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ടിരിക്കുന്ന സമാധാനപ്രിയരായിട്ടുള്ളവരാണ് ഈ മുത്തശ്ശിമാരെന്ന് പറയുന്നത്. അപ്പം അതേ ഭാവം തന്നെയാണ് കേട്ടോ നമ്മുടെ കാവിലമ്മയ്ക്ക്, നമ്മുടെ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് വരുന്നത്. അപ്പോൾ ദുർഗാ ഭഗവതിയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു സംശയം കൂടെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതുകൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ദുർഗാസങ്കല്പമാണ്, പക്ഷേ ഇവിടെ ഭഗവതി അമ്മയ്ക്ക് കളംപാട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ വരയ്ക്കുന്നത് ഭദ്രകാളിയുടെ കളമാണ്, അതായത് ദംഷ്ട്രയ്ക്കുള്ള ഭഗവതീനെയാണ് വരയ്ക്കുക. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത് എന്നും കൂടെ ഒരു ചോദ്യം വരാം. അപ്പോൾ അതും കൂടെ ചേർത്ത് പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പാടുന്ന പാട്ടേ ദാരികവതാണ്. അതുകൊണ്ടാണ് അതിന് ചേർന്നിട്ടുള്ള ആ ഒരു കളം വരയ്ക്കണത്, ഭദ്രകാളിയുടെ കളം വരയ്ക്കണത്. അത്രയേ ഉള്ളൂ. അതും ഇതും തമ്മിൽ യാതൊരുവിധ ബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കളം വരയ്ക്കുന്ന സമയത്ത് 8 കൈകളുള്ള ഭഗവതീനെ വരയ്ക്കും. അതുപോലെ 16 കൈകളുള്ള 64 കൈകൾ വരെയുള്ള ഭഗവതീനെ, അതായത് ഭദ്രകാളീനെ വരയ്ക്കാറുണ്ട്. ഈ ദാരികന്റെ ശിരസ്സൊക്കെ ഛേദിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന രക്തം താഴോട്ട് വീഴാനുള്ള ആ ഒരു പാത്രം കൂടെ അതും കൂടെ വരയ്ക്കാറുണ്ട് കേട്ടോ. കാരണം അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെയും ദാരികന്മാരുണ്ടായിരിക്കും. അങ്ങനെ ഒരു വേറെ ഒരു കഥയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഹിഷാസുര ആ വധത്തിന്റെ കഥയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രക്തബീജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ രക്തം താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമൊക്കെ വെക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് സങ്കല്പം. അപ്പൊ അങ്ങനെ ഒരു കളം വരയ്ക്കുന്നത് അത് ദാരികവധം പാടുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഭഗവതിയുടെ പ്രതിഷ്ഠ, ഒരുവിധം എന്നാ പറയുന്നത്, എല്ലാതും അല്ല കേട്ടോ. കാവ് സങ്കല്പങ്ങളൊക്കെ വരുന്നിടത്ത് ദുർഗാ ഭഗവതി തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് കാവ് സങ്കല്പമാണ് ദുർഗാ ഭഗവതിയാണ് കേട്ടോ. അടുത്തത് സ്മിത വിനീത് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ആടിയ എണ്ണ എങ്ങനെയാണ് വാങ്ങാനായിട്ട് ലഭിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ആടിയ എണ്ണ നമുക്ക് ഷീട്ടാക്കാം. ഇവിടെ കൗണ്ടറിൽ വന്നിട്ട് 160 രൂപയാണ് 250 ml വരുന്നത്. അതിന് ഡെപ്പയ്ക്കും കൂടെ 20 രൂപ വരും കേട്ടോ. അത് ഷീട്ടാക്കി കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും. അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ആടിയ എണ്ണ പ്രസാദമായിട്ട് ലഭിക്കുക. ഭൂരിഭാഗം പേർക്കും അത് ഷീട്ടാക്കുന്ന സമയത്ത് ലഭിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം പറയണു, അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അത് പ്രസാദമായിട്ട് ലഭിക്കുന്നത്. വളരെ ഇപ്പോൾ ഞാൻ ആടിയ എണ്ണയെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അത് ഉപയോഗിച്ചിട്ട് ഫലം ലഭിച്ചിട്ടുള്ള ധാരാളം അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അത് വാങ്ങണം, ആടിയ എണ്ണ വാങ്ങണം, ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരുന്ന സമയത്ത് ഷീട്ടാക്കി കഴിഞ്ഞാൽ സാധാരണ കൗണ്ടറിൽ തന്നെ നമ്മൾ പാൽപ്പായസമൊക്കെ ഷീട്ടാക്കുമല്ലോ, അതേപോലെ തന്നെ ഷീട്ടാക്കിയിട്ട് വാങ്ങാവുന്നതാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വാസത്തോട് കൂടിയിട്ട്, പ്രാർത്ഥനയോട് കൂടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണോ അത് ഔഷധമായിട്ട് പ്രയോഗിക്കുന്നത്, ആ അസുഖം ഭഗവാൻ തന്നെ മാറ്റിത്തരുന്നതായിരിക്കും കേട്ടോ. അത്രയും ഗുണമുള്ള ഒന്നാണ് ഭഗവാന്റെ മരുന്നാണ് ആടിയ എണ്ണ. അപ്പോൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇനി വരുന്ന സമയത്ത് ഷീട്ടാക്കിയിട്ട് വാങ്ങിക്കോളൂ കേട്ടോ. 160 രൂപയാണ് ആടിയ എണ്ണയ്ക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെയും ചോദ്യങ്ങളുണ്ട്, അടുത്ത ദിവസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നാളെ ഏകാദശിയാണ്, ശക്തിയിലെ ഏകാദശിയാണ്. അപ്പോൾ എല്ലാവരും ഏകാദശി എടുക്കാനായിട്ട് സാധാരണ പോലെ ഒരുങ്ങിക്കോളും. അതിനോടൊപ്പം തന്നെ ഈ എള്ള് ഉപയോഗിച്ചിട്ട് നാളത്തെ ഏകാദശി നോറ്റോളൂ കേട്ടോ. അപ്പോൾ എള്ളും കൂടെ ഒന്ന് സംഘടിപ്പിച്ച് വെക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 6 തരത്തിലെ എള്ള് ഉപയോഗിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുക കേട്ടോ.
അപ്പോൾ എള്ള് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള, അതായത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഒപ്പം തന്നെ പിതൃക്കൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് എള്ള് കൊണ്ടൊക്കെ തർപ്പണം ചെയ്യുന്നത്. ഒപ്പം ഈ രീതിയിൽ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹവും തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ. ആയുരാരോഗ്യ സൗഖ്യവും ഭഗവാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എള്ള് ഉപയോഗിച്ചുകൊണ്ട് നാളത്തെ ഷഡ്ത്തില ഏകാദശി എല്ലാവരും നോറ്റോളും. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അതേപോലെ തന്നെ ഇന്നത്തെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.